പഠിച്ചിരിക്കണം, മനസ്സിലാക്കിയിരിക്കണം. ഐഡിയോളജിക്കലായി ഒരു പാർട്ടി അത് നിരീശ്വരത്വവും നിർമ്മതവാദവും പ്രചരിപ്പിക്കുന്ന പാർട്ടിയാണെങ്കിൽ പാർട്ടിയുടെ മെമ്പർ ആവുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ വക്താവുക എന്ന് തന്നെയാണ് അർത്ഥം. ഒരു പാർട്ടി ഇസ്ലാമിനെ, മുസ്ലിങ്ങളെ ഇന്ത്യ രാജ്യത്തിൽ നിന്ന് പുറത്താക്കണം എന്ന് വാദിക്കുന്ന പാർട്ടി, അതിൽ മെമ്പറാവുക എന്ന് പറഞ്ഞാൽ ആ ഇസ്ലാമിലെ ഇന്ത്യ രാജ്യത്തിൽ നിന്ന് മുസ്ലിങ്ങളെ ഇന്ത്യയിൽ നിന്ന് പുറത്താക്കണം എന്ന ആശയവുമായി നമ്മൾ പൊരുത്തപ്പെടുന്നു എന്ന് തന്നെയാണ് അർത്ഥം. ഒരു പാർട്ടി ഇന്ത്യ രാജ്യത്ത് ഈ ഒരു മതരാഷ്ട്രം കൊണ്ടുവരണം എന്ന വാദവുമായി രംഗത്ത് വരുന്ന പാർട്ടിയാണെങ്കിൽ അതിൽ മെമ്പർഷിപ്പ് എടുക്കുക എന്ന് പറഞ്ഞാൽ അവരുടെ ആശയത്തെ നമ്മൾ അംഗീകരിക്കുകയാണ് എന്ന് തന്നെയാണ് അർത്ഥം. അങ്ങനെ മെമ്പർഷിപ്പ് എടുക്കുമ്പോൾ ആ പാർട്ടിയുടെ ആളായി നമ്മൾ മാറുമ്പോൾ അത് മതത്തിനെതിരാണെങ്കിൽ തീർച്ചയായും അത് ഇസ്ലാം വിരുദ്ധമാകും. മതവിരുദ്ധമായ പ്രത്യയശാസ്ത്രങ്ങൾ സ്വീകരിച്ച പാർട്ടികളാണെങ്കിൽ അത് ഇസ്ലാം വിരുദ്ധമാകും. മുസ്ലിങ്ങളെ രാജ്യത്തിൽ നിന്ന് നിഷ്കാസനം ചെയ്യണമെന്ന പറയുന്ന പാർട്ടികളാണെങ്കിലും മതരാഷ്ട്രവാദമാണെങ്കിലുമല്ല, അത് ഇസ്ലാമിൻ്റെ ഐഡിയോളജിക്കെതിരാകും, തത്വശാസ്ത്രത്തിനെതിരാകും, ഇസ്ലാമിന് പുറത്താകും എന്നുള്ളതാണ് അഭിഷേകമായി അനുബന്ധമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. അസ്സലാമു അലൈക്കും സർ. മോർണിംഗ് അഡ്വക്കേറ്റ് മായൻകുട്ടി മെത്തസ് സാറുടെ ക്ലാസ്സിൽ ഞാനൊരു ഖുർആൻ്റെ ആയത്ത് കേട്ടിരുന്നു. മീൻസ് കില്ലിങ് ആൻ ഇന്നസെൻറ്റ് പേഴ്സൺ ഈസ് സിമിലർ ടു കിൽ ദ എൻറ്റയർ ഹ്യൂമാനിറ്റി. എൻ്റെ ഡൗട്ട്, കേരളത്തിൽ ഒരുപാട് ഹോസ്പിറ്റൽസിൽ ഒരുപാട് പേഷ്യൻസ് മെയിൻലി റോഡ് ട്രാഫിക് ആക്സിഡൻസ് ആയിട്ട് അഡ്മിറ്റ് ആവാറുണ്ട്. ആ ടൈമിൽ ഒരുപാട് പേഷ്യൻസ് ഫസ്റ്റ്ലി മോസ്റ്റ് ക്രോണിക് സ്റ്റേജിലാണെങ്കിൽ ബ്രെയിൻ ഡെത്ത് ഡിക്ലെയർ ചെയ്യും. പക്ഷേ പേഷ്യൻസ് കാർഡിയാക് ഡെത്ത് ആയിട്ടുണ്ടാവില്ല. ആ സിറ്റുവേഷൻസിൽ ഫോർ ദ സേക്ക് ഓഫ് ഫാമിലി ആൻഡ് റിലേറ്റീവ്സ് മോസ്റ്റ് പ്രോബബ്ലി ആ പേഷ്യൻസിന് വേണ്ടിയുള്ള എല്ലാ എക്സ്റ്റേണൽ സപ്പോർട്ടും എസ്പെഷ്യലി വെന്റിലേറ്റർ സപ്പോർട്ട് ഡിസ്കണക്ട് ചെയ്യാനായിട്ട് മെഡിക്കൽ ടീം അഡ്വൈസ് ചെയ്യാറുണ്ട്. മെഡിക്കൽ ടീമിൻ്റെ സൈഡിൽ നിന്ന് അവർക്ക് അതിൻ്റേതായിട്ടുള്ള ഒരുപാട് എക്സ്പ്ലനേഷൻസ് അതിനുണ്ട്. ഞാൻ ചോദിക്കുന്നത് ആ ടൈപ്പ് ഓഫ് എക്സ്പ്ലനേഷൻസ് വെദർ ഇറ്റ് ഈസ് അക്സെപ്റ്റബിൾ ടു ഇസ്ലാമിക് കൺസെപ്റ്റ്. നമ്മുടെ ഇന്ത്യയുടെ സുപ്രീം കോടതി ഇപ്പോൾ യൂഥൻസിയ നിയമവിധേയമാണ് എന്ന് വിധിച്ച ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ആ സാഹചര്യത്തിലാണ് നമ്മുടെ സഹോദരിയുടെ ചോദ്യം. ബ്രെയിൻ ഡെത്ത് ഡിക്ലെയർ ചെയ്ത ഒരാളെ അയാളുടെ കാർഡിയാക് ഡെത്ത് സംഭവിച്ചിട്ടില്ലെങ്കിൽ അവരെ വെന്റിലേറ്റർ റിമൂവ് ചെയ്തിട്ട് മരിക്കാൻ വിടണമോ എന്നാണ്. അത് മെഡിക്കൽ ടീം ഒരു രൂപത്തിലും ഇവർക്ക് ഇനി ഒരവസ്ഥയിലും യഥാർത്ഥ ജീവിതം സാധ്യമല്ല എന്ന് ഉറപ്പ് വരുത്തിയാൽ പോലും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കൺട്രോളിലാണ് കാര്യങ്ങളെങ്കിൽ അവരെ ജീവിപ്പിക്കുവാനുള്ള പരമാവധി ജീവിപ്പിക്കാനുള്ള പരിശ്രമം തന്നെയാണ് നമ്മൾ നടത്തേണ്ടത്. ബ്രെയിൻ ഡെത്ത് നടന്നു കഴിഞ്ഞു എന്ന് വിധിച്ച ഒരു കേസ് കാർഡിയാക് ഡെത്ത് നടന്നിട്ടില്ലാത്തൊരു സന്ദർഭത്തിൽ നമ്മൾ ഇവരുടെ വെന്റിലേഷൻ പിൻവലിച്ച സമയത്ത് ഇനിയും കാർഡിയാക് ഡെത്ത് നടന്നിട്ടില്ലാത്ത ഒരാൾക്ക് ബ്രെയിൻ ഡെത്ത് മാത്രം സംഭവിച്ചാൽ അയാൾക്കൊരു പ്രത്യേകമായ ചികിത്സ നടത്തിക്കഴിഞ്ഞാൽ അയാൾക്കൊരു റിക്കവറി ഉണ്ടാകും എന്നൊരു കണ്ടുപിടുത്തം നമ്മൾ ഇയാളുടെ ഈ വെന്റിലേഷൻ പിൻവലിച്ച സമയത്താണ് ആ കണ്ടുപിടുത്തം ഉണ്ടായതെങ്കിലോ? ഞാൻ ഇപ്പോഴുള്ള അറിവിൻ്റെ അടിസ്ഥാനത്തിൽ ബ്രെയിൻ ഡെത്ത് സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും തിരിച്ചു വരില്ല എന്നുള്ള വസ്തുത മനസ്സിലാക്കാതെയല്ല ഇത് പറയുന്നത്. ഒരു മനുഷ്യ ശരീരം പൂർണ്ണമായി നിശ്ചലമാവുക എന്നതുകൊണ്ട് മെഡിക്കൽ സയൻസ് അടക്കം, മെഡിക്കൽ എത്തിക്സ് അടക്കം
പഠിപ്പിക്കുന്നത് കൊണ്ടാണ് വെന്റിലേഷൻ അവിടെ നിർബന്ധമായി പറയുന്നതും പരമാവധി അയാളെ രക്ഷപ്പെടുത്താൻ എന്തെങ്കിലും മാർഗമുണ്ടോ എന്ന് പരിശോധിക്കുന്നതുമല്ല. നമുക്കറിയാം, കാർഡിയാക് ഡെത്ത് തന്നെ സംഭവിച്ചു കഴിഞ്ഞു എന്ന് വിധിച്ച കേസുകൾ പോലും, പ്രത്യേകിച്ചും സർപ്പദംശനവുമായി ബന്ധപ്പെട്ട ചില കേസുകളെങ്കിലും, കാർഡിയാക് ഡെത്ത് അടക്കം സംഭവിച്ചു എന്ന് പൾസേഷൻ്റെ അടിസ്ഥാനത്തിൽ നിഗമനത്തിലെത്തിയ കേസുകൾ പോലും തിരിച്ചു വന്ന സന്ദർഭങ്ങളും സാഹചര്യങ്ങളും മെഡിക്കൽ സയൻസിൻ്റെ തന്നെ ആധുനികമായ ചരിത്രത്തിൽ തന്നെ ഏറെ പറയാനുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ ഒരു കൺട്രോളിലുള്ള സമയമാണെങ്കിൽ ഒരിക്കലും തന്നെ ആ ഒരാളെ ഇത് പിൻവലിച്ചുകൊണ്ട് അയാളെ മരിക്കാൻ വിടുന്നത് ശരിയാവില്ല എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നേരത്തെ പറഞ്ഞ കാര്യം ഇതിലെല്ലാം ബാധകമാണ്. നിങ്ങൾ പണ്ഡിതന്മാരുമായി ഈ വിഷയങ്ങൾ ചർച്ച ചെയ്യുക എന്ന കാര്യം. മെഡിക്കൽ സയൻസ് പോലും, മെഡിക്കൽ ടീം അവിടുത്തെ പ്രത്യേക സാഹചര്യത്തിൽ അങ്ങനെ നിർദ്ദേശിക്കുന്നു എന്നല്ലാതെ മെഡിക്കൽ എത്തിക്സ് അതിനെ അനുകൂലിക്കുന്നില്ല. മെഡിക്കൽ എത്തിക്സ് അനുകൂലിക്കാത്തത് കൊണ്ട് തന്നെയാണ് അത് ഡെത്തായി പ്രഖ്യാപിക്കാൻ പ്രയാസം ഉണ്ടാകുന്നത്. ഡെത്തായി പ്രഖ്യാപിക്കണമെങ്കിൽ കാർഡിയാക് ഡെത്ത് നടന്നിരിക്കണം. കാർഡിയാക് ഡെത്ത് നടക്കാതെ ഡെത്തായി പ്രഖ്യാപിക്കാൻ പ്രയാസമുള്ളത് കൊണ്ടാണ് ഈ വെന്റിലേഷൻ പിൻവലിച്ചുകൊണ്ട് അവരെ സ്വാഭാവിക മരണത്തിന് വിടുകയും ആ മരണം സ്ഥിരീകരിക്കപ്പെട്ടതിന് ശേഷം ഈ സംഭവം ചെയ്യുകയും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അത്തരമൊരു സന്ദർഭത്തിൽ ഒരു ടീമിൻ്റെ അഭിപ്രായമല്ല, അല്ലെങ്കിൽ അവിടെ ഏതെങ്കിലും രൂപത്തിലുള്ള മെഡിക്കൽ ടീം പറഞ്ഞു എന്നുള്ളത് കൊണ്ട് മാത്രം അയാളെ മരിക്കാൻ വിടുന്നത് ശരിയല്ല. അയാൾക്ക് അയാളുടെ പരമാവധി അയാളെ ജീവിപ്പിക്കുവാനുള്ള പരിശ്രമമാണ് നമ്മൾ നടത്തേണ്ടത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഒരുപാട് ചോദ്യങ്ങൾ ഇവിടെ എഴുതി കിട്ടുന്നുണ്ട്. എല്ലാ ചോദ്യങ്ങൾക്കും കൂടി നമുക്ക് ഇന്ന് സംതൃപ്തകരമായ ഒരു പരിഹാരം ഉണ്ടാക്കാൻ കഴിയില്ല എന്ന് ഉറപ്പാണ്. അപ്പോൾ ചോദ്യങ്ങൾ കുറച്ചുകൂടി ഒന്ന് സെലക്റ്റീവ് ആകാൻ വേണ്ടി ശ്രദ്ധിക്കണം. ഇവിടെ കിട്ടിയിട്ടുള്ള ഏറെക്കുറെ എല്ലാവരെയും ബാധിക്കുന്ന, പലപ്പോഴും നമുക്ക് ഉത്തരം കിട്ടാത്തൊരു ചോദ്യമായി പലപ്പോഴും അവശേഷിക്കുന്ന ഒന്ന്, ക്യാമ്പസിൽ അല്ലെങ്കിൽ നമ്മുടെ സാധാരണ ജീവിതത്തിൽ ഏറ്റവും അധികം നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഇലക്ട്രോണിക് ഉപകരണമാണ് മൊബൈൽ ഫോൺ. മൊബൈൽ ഫോൺ യഥാർത്ഥത്തിൽ അതിൻ്റെ ഗുണപരമായ ഉപയോഗം അതിനുണ്ട്, എങ്കിൽ അതിൻ്റെ നിഷേധാത്മകമായ ഉപയോഗമുണ്ട്. മൊബൈൽ ഫോൺ കൊണ്ടാണ് ഒരുപാട് അബദ്ധങ്ങളും തെറ്റുകളും തിന്മകളും ക്യാമ്പസ് ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ മൊബൈൽ മാനേഴ്സ്, ഒരു മുസ്ലിമിൻ്റെ മൊബൈൽ എങ്ങനെയായിരിക്കണം എന്നതിനെക്കുറിച്ചുള്ള ഒരു തീരുമാനമോ ധാരണയോ ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. മൊബൈൽ സംബന്ധമായ പ്രശ്നങ്ങളിൽ ഒരുപാട് ചോദ്യങ്ങൾ കടന്നു വരുന്നുണ്ട്. അതിനെല്ലാം കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് ഉന്നയിക്കാനുള്ള ഇവിടെ വിശദീകരിക്കപ്പെടേണ്ടതുണ്ട് എന്ന് തോന്നുന്നത്, മൊബൈൽ ഫോൺ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, മൊബൈൽ ഫോണിങ്ങിൻ്റെ മര്യാദകൾ എന്തൊക്കെയാണ് എന്നൊന്ന് വിശദീകരിച്ചാൽ നന്നായിരുന്നു എന്ന് തോന്നുന്നു. അതിൻ്റെ വിശദീകരണം നിർവഹിക്കുന്നതിന് വേണ്ടി ബഹുമാനായ ഹാരിസ് ബിൻ സലീമിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും. മൊബൈലിൻ്റെ പുതിയ ഓഫറുകൾ പരിശോധിക്കുമ്പോൾ എല്ലാവരും ഇൻ്റർനെറ്റിലേക്കാണ് ക്ഷണിക്കുന്നത്. അപ്പോൾ മൊബൈൽ ഒരു ഫോണായിട്ടാണോ ഇൻ്റർനെറ്റായിട്ടാണോ ഉപയോഗിക്കുന്നത് എന്നുള്ള പുതിയൊരു മത്സരത്തിലാണ് യഥാർത്ഥത്തിൽ കമ്പനികളൊക്കെ ഉള്ളത്. അപ്പോൾ മൊബൈൽ ഫോണിൻ്റെ പ്രയോജനങ്ങളെക്കുറിച്ചും ദൂഷ്യങ്ങളെക്കുറിച്ചും പറയുമ്പോൾ ഒരു മൊബൈൽ ഫോൺ എന്നതിൻ്റെ പരിധിയിൽ നിന്നും എന്നോ അത് മറികടന്നു കഴിഞ്ഞു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ മൊബൈൽ ഇനി ഒരു 10 കൊല്ലത്തിനപ്പുറത്ത് ഇനി എത്രമാത്രം പുരോഗതി പ്രാപിക്കാനുണ്ടോ അതിനുള്ള ഉത്തരം കൂടെ മുൻകൂട്ടി പറയാൻ ഒരുപക്ഷെ എല്ലാ കാലങ്ങളെയും അതിജീവിക്കുന്ന നിയമങ്ങളുടെ അന്യൂന്യമായ ഒരു സംഹിത എന്ന നിലയ്ക്ക് ഇസ്ലാമിന് പറ്റും. യഥാർത്ഥത്തിൽ മൊബൈൽ ഒരു സാങ്കേതിക ഉപകരണം എന്ന നിലയ്ക്ക് അത് ഉപയോഗിക്കുന്നവൻ്റെ മനസ്സാണ് അതിൽ പ്രതിഫലിക്കുക. അധികം വിശദീകരിച്ച് പറയേണ്ട ആവശ്യമില്ല. ഓരോ മതസ്ഥരും ഉപയോഗിക്കുന്ന മൊബൈലിൻ്റെ വാൾപേപ്പർ നോക്കിയാൽ നമുക്കറിയാം അയാൾ വിശ്വസിക്കുന്ന ദൈവത്തിൻ്റെ ഫോട്ടോ ആണ് അതിൻ്റെ വാൾപേപ്പർ, അല്ലെങ്കിൽ അയാൾ പ്രതിനിധീകരിക്കുന്ന പാർട്ടിയുടെ പതാകയാണ് അതിൻ്റെ വാൾപേപ്പർ. എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയുടെ രാഷ്ട്രീയം, പ്രസ്ഥാനം, മതം, സംസ്കാരം, കുടുംബം, മക്കൾ, ഭാര്യ, എന്തൊക്കെ അദ്ദേഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ടോ അത് മുഴുവൻ മൊബൈൽ ഫോണിൽ പ്രതിഫലിക്കുമ്പോൾ യഥാർത്ഥത്തിൽ നമുക്ക് പറയാൻ പറ്റും, ഞാൻ ഒരു നല്ല വ്യക്തിത്വമാണോ എങ്കിൽ എനിക്കറിയാം എൻ്റെ ഫോണിൽ എന്തുപയോഗിക്കണം, ഉപയോഗിച്ചുകൂടാ എന്നത്. അതുകൊണ്ട് യഥാർത്ഥത്തിൽ ഏറ്റവും വലിയൊരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, ഏതൊരു തെറ്റിൽ നിന്നും ആളുകൾ
മടിച്ചു നിൽക്കുന്നതും പിൻവാങ്ങി നിൽക്കുന്നതും മറ്റുള്ളവരെ ഭയപ്പെട്ടിട്ടാണ്. പൊതുസമൂഹത്തെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്.